ഇന്ന് മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തൊഴിലാളി ദിനം എന്ന് പറഞ്ഞാൽ റോബർട്ട് ഓവൻ എന്നൊക്കെ പറഞ്ഞ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലത്ത് ബ്രിട്ടീഷുകാരെന്ന റോബർട്ട് ഓവനൊക്കെയാണ് ഇതിനകത്ത് കാര്യമായ തൊഴിലാളികളുടെ അമിതമായ വർക്കിൽ നിന്നൊക്കെ അവർ മോചനം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മണിക്കൂർ ജോലി ചെയ്യണമെന്നൊന്നും ഒരു കണക്കില്ലാതെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലഘട്ടത്തിൽ നിരന്തരം പണിയെടുപ്പിച്ച് തുച്ഛമായ കൂലി കൊടുത്ത് കുത്തുകൾ ചീർത്തപ്പോൾ റോബർട്ട് ഓവൻ എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരനാണ് പറയുന്നത് 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉറക്കം, 8 മണിക്കൂർ തൊഴിൽ എന്നുള്ള സിദ്ധാന്തത്തിൽ ഊന്നി 8 മണിക്കൂർ തൊഴിലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ലേബർ ആക്ടുകളും ഒക്കെ നിലവിൽ വരുന്നത് അങ്ങനെയാണ്. ഈ ആധുനിക കാലത്ത് ഇതിൻ്റെ എല്ലാ സമവാക്യങ്ങളൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ടെക്നോളജിക്കൽ യുഗത്തിൽ അത് കഴിഞ്ഞ് ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിൻ്റെയൊക്കെ യുഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇപ്പോഴുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം റൈറ്റ് ടു ഡിസ്കണക്ട്. ഇത് പാർലമെൻറ്റിൽ 2 തവണ അവതരിപ്പിച്ചു. നമ്മുടെ റഹീമും ഒക്കെ ഇതൊരു ബില്ലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതിന് മുമ്പൊരു മെമ്പർ ഓഫ് പാർലമെൻറ്റും ഇത് ശ്രമിച്ചതാണ്. അതൊരു ബില്ലാക്കി ഏകദേശം കരട് രൂപമായിട്ടുണ്ട്. പലപ്പോഴും പല രാജ്യങ്ങളിലും ഓസ്ട്രേലിയ, പോർട്ടുഗൽ, സ്വീഡൻ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള ഒരു ആക്ട് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ബാധിക്കുന്ന തൊഴിലാളികളും അല്ല, മൊത്തത്തിലുള്ള ആൾക്കാരെ എല്ലാം ബാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൻ്റെയും ഇമെയിലിൻ്റെയും ഒക്കെ യുഗത്തിൽ നമ്മൾ പലപ്പോഴും ജോലിയിൽ നിന്ന് ഒഴിവാകുന്നില്ല. രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞാലും നമുക്ക് വാട്സാപ്പിൽ വരുന്ന ഒരു മെസ്സേജ് വന്നാൽ നമ്മുടെ ഉറക്കത്തെയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള ഒരു നിയമം കൊണ്ടുവരാനായിട്ടൊക്കെ തീരുമാനിക്കുന്നത്. അത് നമുക്ക് നിയമമായിട്ടൊക്കെ കിട്ടും. പക്ഷേ എമർജൻസി വിഭാഗങ്ങളായ പോലീസ്, ആശുപത്രി ഇതിലൊന്നും അത് ബാധകമല്ല. പക്ഷേ എന്നാലും റൈറ്റ് ടു ഡിസ്കണക്ട് വളരെ അത്യാവശ്യം. കാര്യം എന്ന് വെച്ചാൽ ഒരുവൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി കൈ കടത്താൻ പാടില്ല. അവന് ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവനെ മൊബൈലിൽ കൂടെയോ അല്ലെങ്കിൽ ഇമെയിലിൽ കൂടെയോ വാട്സാപ്പിൽ കൂടെയോ ശല്യപ്പെടുത്താൻ പാടില്ല. അവൻ്റെ വർക്ക് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാട്സാപ്പ് മെസ്സേജുകൾ പോലും അയക്കുന്നത് നല്ല ഒരു തൊഴിൽ ഒരു അതിൻ്റെ ഒരു ഉടമയ്ക്ക് ചേരുന്നതല്ല. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അത് ഗവൺമെൻറ് സെക്ടർ ആയാലും പ്രൈവറ്റ് സെക്ടർ ആയാലും നമ്മൾ വർക്ക് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും വാട്സാപ്പ് മെസ്സേജുകളോ അടിയന്തര ഘട്ടങ്ങൾ അല്ലെങ്കിൽ ആരെയും ഫോൺ വിളിച്ചോ ഒന്നും ശല്യപ്പെടുത്താനും പാടില്ല. ഇതൊരു വലിയൊരു അന്താരാഷ്ട്ര തീമായിട്ട് വരികയാണ്. ഇതൊക്കെ ലേബർ ലോസിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ തൊഴിലാളി ദിനമായതുകൊണ്ട് ഞാൻ ഈ ചിന്തകൾ പങ്കുവച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പല രാജ്യങ്ങളിലും ഒരു തൊഴിലാളി ഒരു 15 അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ ഒരു 15 ദിവസം ടൂറിന് പോയാൽ അദ്ദേഹത്തെ ഒരിക്കലും വിളിക്കുകയോ ശല്യപ്പെടുത്തുകയോ മറ്റ് സഹപ്രവർത്തകരെ അത് കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് പതിവ്. നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴും റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള അത് പൂർണ്ണമെന്നൊന്നുമില്ല. പലപ്പോഴും രാത്രിയിലും പകലും ഇന്നൊന്നുമില്ലാതെ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്ന ഫോൺ കോൾ ചെയ്യുന്ന തൊഴിലുടമകളും അതിൻ്റെ കീഴിലിരിക്കുന്ന മാനേജർമാരും ഒക്കെ ഉണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് 8 മണിക്കൂർ വിശ്രമം എന്ന് പറയുന്ന സമയത്ത് അവനെ ശല്യപ്പെടുത്താനേ പാടില്ല. 8 മണിക്കൂർ ഉറക്കത്തിൻ്റെ സമയത്ത് അവനെ ശല്യപ്പെടുത്താനും പാടില്ല. അത് വളരെ അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ മാത്രം ചെയ്യുക. അതിന് പിഴ ഈടാക്കുന്നതാണ് മറ്റ് ആസ്ട്രേലിയയിലൊക്കെ പല സ്ഥലങ്ങളിലുള്ള നിയമം. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. തൊഴിലുടമകളോടാണ് പറയുന്നത്. ഈ അന്താരാഷ്ട്ര ദിനത്തിൽ ചിന്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള ഒരു തൊഴിൽ ചെയ്യുന്ന ആളുടെ അവകാശമാണ്.